സോ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് മേജർ തീംസ് ഓഫ് സെൽഫ് റിലയൻസ് റിട്ടൺ ബൈ റാൽഫ് വാൾഡോ എമേഴ്സൺ ആണ്. സോ മേജർ തീംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ട്രാൻസെൻഡൻ്റലിസം. ദ വെരി വേർഡ് ട്രാൻസെൻഡൻ്റലിസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്പർ 2 നോൺ കൺഫോമിറ്റി, മച്യൂരിറ്റി, മൊറാലിറ്റി ആൻഡ് ഇൻഡിവിജ്വൽ ഗ്രേറ്റ്നെസ്. ഇത് നാലും ഒരുമിച്ച് വരുന്നതാണ്. നോൺ കൺഫോമിറ്റി, മച്യൂരിറ്റി, മൊറാലിറ്റി ആൻഡ് ഇൻഡിവിജ്വൽ ഗ്രേറ്റ്നെസ്. പിന്നത്തെ ഒരു തീം എന്ന് പറയുന്നത് ആൻറ്റി എൻലൈറ്റൻമെൻറ്റ് ഐഡിയാസ് ആണ്. ആൻറ്റി എൻലൈറ്റൻമെൻറ്റ് ഐഡിയാസ്. പിന്നെയുള്ളത് നേച്ചറാണ്. നേച്ചർ. എന്താണ് ഈ ട്രാൻസെൻഡൻ്റലിസം? ട്രാൻസെൻഡൻ്റലിസം എന്ന് പറഞ്ഞ വേർഡ് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങിയത് 1830, 1840 കാലഘട്ടങ്ങളിൽ US ഫോം ചെയ്യപ്പെട്ട, അതായത് ന്യൂ ഇംഗ്ലണ്ടിൽ ഫോം ചെയ്യപ്പെട്ട ഒരു തോട്ടിൻ്റെ ഭാഗമായിട്ട് ന്യൂ തിങ്കേഴ്സ് എന്നറിയപ്പെടുന്ന ഇവർ ഒന്നിച്ചു കൂടി ഒരു ട്രാൻസെൻഡൻ്റലിസ്റ്റ് ഗ്രൂപ്പ് ഫോം ചെയ്തു. അവരുടെ മേജർ തീം എന്ന് പറയുന്നത് തന്നെ സെൽഫ് റിലയൻസ് ആണ്. അതായത് ഇൻഡിവിജ്വൽ കൺസേൺ ആണ്, അല്ലെങ്കിൽ ഇൻഡിവിജ്വാലിറ്റിക്ക് പ്രയോറിറ്റി കൊടുക്കുന്നതാണ് ട്രാൻസെൻഡൻ്റലിസം. അതായത് ഇൻഡിവിജ്വൽ ഈസ് ഗ്രേറ്റ്, അല്ലെങ്കിൽ അവരുടെ ഒരു ട്രൂത്ത് സീക്കേഴ്സ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വലാണ്. ആസ് നേച്ചർ ഇമ്പോർട്ടൻ്റ് ഓർ ദ സുപ്രീം സോഴ്സ് ഓഫ് ട്രൂത്ത് എന്നുള്ള രീതിയിൽ ഇൻഡിവിജ്വൽ ഈസ് ദ സുപ്രീം സോഴ്സ് ഓഫ് ട്രൂത്ത് ഓർ ദി യൂണിവേഴ്സ്. ഇൻ ദിസ് യൂണിവേഴ്സ് ദ സുപ്രീം സോഴ്സ് ഓഫ് ട്രൂത്ത് ഈസ് ഇൻഡിവിജ്വൽ. അപ്പോൾ ഇൻഡിവിജ്വലിന് പ്രയോറിറ്റി കൊടുക്കുന്നത്, ഇൻഡിവിജ്വാലിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ഇൻഡിവിജ്വലിസത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് ട്രാൻസെൻഡൻ്റലിസം. സോ ട്രാൻസെൻഡൻ്റലിസം അങ്ങനെ എന്ത് ചെയ്തു, ആ ഒരു തോട്ട് കൊടുക്കുന്നത്, ട്രാൻസെൻഡൻ്റൽ നേച്ചറായിട്ട് കൊടുക്കുന്നത് ഇൻഡിവിജ്വൽ കൺസേൺ എന്നുള്ളതാണ് ഒരു തീം ഇതിനകത്ത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിനകത്താണ് ട്രസ്റ്റ് ദൈ സെൽഫ് എന്ന വെരി വേർഡ് പോലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. രണ്ടാമത്തെ നമുക്ക് നോക്കാം. രണ്ടാമത്തെ തീം എന്ന് പറയുന്നത് നോൺ കൺഫോമിറ്റി, മച്യൂരിറ്റി, മൊറാലിറ്റി ആൻഡ് ഇൻഡിവിജ്വൽ ഗ്രേറ്റ്നെസ്. നോൺ കൺഫോമിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സൊസൈറ്റിയോട് അതായത് സൊസൈറ്റിയോട് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല ഇൻ ഓർഡർ ടു സീക്ക് ദ ട്രൂത്ത്, അല്ലെങ്കിൽ ഫോർ ദ മാറ്റേഴ്സ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ദിസ് വേൾഡ്. നമുക്ക് സൊസൈറ്റിയുടെ കൺസിഡറേഷൻ ആവശ്യമില്ല എന്ന് പറയുന്നതാണ് നോൺ കൺഫോമിറ്റി. ആൻഡ് വാട്ട് ഈസ് ദിസ് മച്യൂരിറ്റി? വെൻ യു അറ്റൈൻ ദിസ് നോൺ കൺഫോമിറ്റി യു അറ്റൈൻ ദ മച്യൂരിറ്റി. ദാറ്റ് ഈസ് കോൾഡ് മച്യൂരിറ്റി. ഇഫ് യു ആർ able to trust yourself in making decisions in the matter of truth in everything, if you are able to trust yourself, then that is the time where you attain maturity. And morality means morality is not a matter of a social judgment. Morality should not be based on the social judgment. The right and wrong should be decided by yourself, not based on the society. And never consider the society's attitude towards the truth or what is right and what is wrong. And you should not judge based on the society's morality. And from that moment, at that time that you will be, that is the time where you consider the greatness of yourself, the individual greatness. അതാണ് രണ്ടാമത്തെ തീം എന്ന് പറയുന്നത്. മൂന്നാമത്തെ തീം എന്ന് പറയുന്നത് ആൻറ്റി എൻലൈറ്റൻമെൻറ്റ് ഐഡിയാസ്. എൻലൈറ്റൻമെൻറ്റ് എന്ന് പറയുന്നത് യൂറോപ്പിൽ തുടങ്ങിയ ആ ഒരു എൻലൈറ്റൻമെൻറ്റ്, അതായത് seeking the age-old traditions that Greek or Roman civilization is great and reason ഉപയോഗിക്കണം എന്നൊക്കെ പറയുന്ന ഒരു യൂറോപ്പിൽ തുടങ്ങിയ എൻലൈറ്റൻമെൻറ്റ്, നവോത്ഥാനം. ആ നവോത്ഥാനം അമേരിക്കൻ കൾച്ചറിലേക്കും അഡോപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ എമേഴ്സൺ, തോറോ തുടങ്ങിയിട്ടുള്ള ആളുകൾ എന്ത് പറഞ്ഞു? വി ഷുഡ് നോട്ട് അഡോപ്റ്റ് എൻലൈറ്റൻമെൻറ്റ് ബിക്കോസ് ഏജ്-ഓൾഡ് പാസ്റ്റ് ട്രഡീഷൻസിനെ ഫോളോ ചെയ്യുന്ന രീതി ആകരുത്. ഇഫ് യു ആർ ഫോളോയിങ് ദ പാസ്റ്റ്, സംസ്കാരം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താണ്? ഒന്ന് പോയി പുതിയത് വരിക എന്നാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ആ പഴയത്, ചത്തുപോയ അല്ലെങ്കിൽ മണ്ണടിഞ്ഞു പോയതിനെ പിന്നെയും റീഡിസ്കവർ ചെയ്ത് അതിനെ കൊണ്ടുവരേണ്ട കാര്യമില്ല. നമ്മൾ പുതിയതായിട്ട് വി ഷുഡ് ഡെവലപ്പ് അവർ ഓൺ റീസൺ, അവർ ഓൺ ട്രൂത്ത് എന്നാണ് എമേഴ്സണിലൊക്കെ വാദം. ട്രാൻസെൻഡൻ്റൽ ഗ്രൂപ്പിൻ്റെ വാദം അതാണ്. അപ്പോൾ ദേ ഫോളോഡ് ആൻ ആൻറ്റി എൻലൈറ്റൻമെൻറ്റ് പോളിസിയാണ്. കാരണം ആൻറ്റി എൻലൈറ്റൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വാദം, എൻലൈറ്റൻമെൻറ്റ് ഗ്രൂപ്പ് പറയുന്നത് ഗ്രീക്ക് റോമൻ സിവിലൈസേഷൻ്റെ ആ ഒരു പൗരാണിക അല്ലെങ്കിൽ ഏൻഷ്യൻ ടൈമിൻ്റെ ആ പ്രയോറിറ്റി ഇവിടെ കൊണ്ടുവരണം, റീസൺ ഉപയോഗിക്കണം എന്നൊക്കെ ഉള്ള വാദത്തെ ആര് തകർക്കുകയാണ്? എമേഴ്സണൊക്കെ തകർക്കുകയാണ്. And the last and final one, that is nature.
So here, Emerson and the Transcendentalist group believed that nature rather than society. So nature has got a much importance. He believes that ultimate source of truth about the self, God, existence will be revealed from the nature, not from any books, not from any social kind of convictions, any religious preachings. അവിടെ നിന്നൊന്നും അല്ല പറഞ്ഞത്. സോ നേച്ചർ ഈസ് ദി സുപ്രീം സോഴ്സ് ഓഫ് ട്രൂത്ത് എന്നാണ് എമേഴ്സൻ്റെ വാദം. സോ ഈ തീമുകളെല്ലാമാണ് നമ്മൾക്ക് ഈ പർട്ടിക്കുലർ എസ്സേയിൽ എമേഴ്സൺ പ്രസൻറ്റ് ചെയ്യുന്നത്. സോ താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.